ആദ്യം ഷിജു ഖാൻ, ഹൈക്കോടതി തുടർച്ചയായി പല ദിവസങ്ങളിലായി പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ DGP സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ പാടില്ല എന്ന സർക്കുലറുണ്ട്, അതിനുശേഷം അങ്ങനെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. തടയാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു. അപ്പോൾ പോലീസ് റിപ്പോർട്ടിനെ എങ്ങനെയാണ് CPIM കാണുന്നത്? പൊതുവിൽ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ടും നിയമപരമായ നടപടികൾ അംഗീകരിച്ചുകൊണ്ടും പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം റാലികളും മറ്റ് രാഷ്ട്രീയ പരിപാടികളുമൊക്കെ നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാലാകാലങ്ങളായി CPIM അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. ഒറ്റപ്പെട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലോ അത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളത് ഉൾക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPIM മാത്രമല്ല, പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം റാലികളും അടക്കം നിലവിലുള്ള നിയമപരമായ നടപടികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അതോടൊപ്പം വഴിയാത്രക്കാരെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ബുദ്ധിമുട്ടിക്കാതെയും പ്രയാസപ്പെടുത്താതെയും നടത്തണമെന്ന ഒരു അഭിപ്രായവും തന്നെയാണ് ഞങ്ങൾക്കേവർക്കുമുള്ളത്. ഇപ്പോൾ വഞ്ചൂരിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളും നിങ്ങൾ ഉന്നയിക്കപ്പെട്ടതുപോലെ പോലീസിനോടൊക്കെ ചില ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വേദി അടക്കം സംഘടിപ്പിച്ച് നടത്തിയിട്ടുള്ള ചില പൊതുപരിപാടികളുണ്ട് അടുത്ത കാലത്ത് തന്നെയാണ്. അതോടൊപ്പം കണ്ണൂരിലെ തോട്ടട ITIയിലെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയെയും കുഞ്ഞിനെയും അടക്കം വഴിയിൽ തടയുന്ന നിലപാട് അവിടുത്തെ KSUക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഇതിലെല്ലാം പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കാര്യമായ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വഞ്ചൂരിലെ സംഭവത്തിനും ആ ശ്രദ്ധ വേണ്ടിയിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ അക്കാര്യം ആ നിലയിൽ തന്നെയാണ് അതിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.